ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു കേട്ടോ. ഈ ഒരു 3 ബക്കറ്റ് കണ്ട, ഈ ഗ്രീൻ കളർ ഈ 3 ബക്കറ്റ്, ഈ 3 ബക്കറ്റിനെ പറ്റിയിട്ട് യൂട്യൂബിൽ കുറേ ആൾക്കാർ ഇതിനെ യൂസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടത് എനിക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് തീരെ സൗകര്യമില്ല. ഞാൻ അപ്പുറം മമ്മീൻ്റെ വീട്ടിൽ അവിടെ കുഴീനകത്ത് കൊണ്ടിട്ട് ഇടല്. അപ്പോൾ ഇത് കണ്ടതേ ഞാൻ വിചാരിച്ചു മേടിക്കണം വിചാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പുറത്ത് റേറ്റ് 3500 മേലെ ഇടുന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അന്നേരമാണ് നമ്മളെ പഞ്ചായത്തിൽ ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നത്. അപ്പോഴാണ് ഞാൻ ഇത് എഴുതി കൊടുത്ത്. ഇത് ഈ 3 എണ്ണം 150, 180 മറ്റേ ഈ 3 എണ്ണത്തിന് പഞ്ചായത്തിൽ. ഇതിൻ്റെ കൂടെ തന്നെ എന്താ യുണീക്കുലോ അങ്ങനെ എന്തോന്ന് തോന്നി. ഇതിനകത്ത് വരുന്ന പൗഡറിൻ്റെ പേര് പറയാമെന്ന് വെച്ചാൽ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പം അതും കൂടെ ഒരു ചാക്കിൽ അതും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ യൂട്യൂബിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ തന്നെ ഇത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അതായത് ഒരു ലെയർ ആ യുണോക്കുലോ ഇട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഇട്ട് പിന്നെയും അതുപോലെ തന്നെ യുണോക്കുലോ ഇട്ട് അങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ഞാൻ എന്താക്കി എനിക്ക് അകത്ത് അടുക്കളയിൽ വെക്കാൻ സൗകര്യമില്ലാതുകൊണ്ട് ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ വെച്ചപ്പോൾ ഞാൻ സാധാരണ അവർ പറഞ്ഞ മാതിരി തന്നെ ഒരു ലെയർ യുണോക്കുലോ ഇട്ട് അതിനുശേഷം വേസ്റ്റ് ഇട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായത്. അത് നല്ല ഡ്രൈ ആക്കിയിട്ടാണ് ഇട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അരിക്കുന്ന ആ ഒരു അരിപ്പില്ല, അതിൻ്റെ അകത്താണ് വേസ്റ്റ് മുഴുവൻ ഇട്ട് അത്രയും ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇത് അടുക്കളയിൽ വെക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായത്. കാരണം നമുക്ക് കിച്ചൺ മഴക്കാലൊന്നും പുറത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഞാനിത് ഈ ഒരു ബക്കറ്റിൽ ആക്കി, അടിയിലത്തെ ബക്കറ്റിനകത്ത് ആക്കി. അടിയിലത്തെ പുഴു ഒട്ടും വരില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അടിയിലത്തെ ബക്കറ്റിനകത്ത് ആക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു കുറച്ച് പകുതി ആയപ്പം തന്നെ അത് പറഞ്ഞതേമാതിരി തന്നെ യുണോക്കുലോ തന്നെയാണ് തോന്നിയ പേര്. അത് ശരിക്കും അറിയില്ല. അത് പേര് ഞാൻ പറഞ്ഞ് തെറ്റാണെങ്കിൽ എന്തെന്നാണ് പേര് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ അത് ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു പുഴു ഇങ്ങനെ വരാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചിട്ട് ഇത്രയും ഈ ഭയങ്കര ബിൽഡപ്പായി യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായത്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കിയെങ്കിൽ ഇത് വളരെ പോക്ക് സാധനമാണ്. കാരണം നമുക്ക് ഈ പരിസരത്ത് ചെയ്യുന്ന സ്മെല്ല് കൊണ്ട് പരിസരത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര നഷ്ടമാണ്. നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 150 റുപ്യക്ക് ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് അത് പറഞ്ഞ രീതി വെച്ചിട്ട് തന്നെ ഉപയോഗിച്ചത്. പക്ഷേ എങ്കിൽ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇത് പറയുമ്പോഴും സ്മെല്ല് തന്നെയാണ്. അപ്പം അത്രയും സ്മെല്ല് ഈ പരിസരത്ത് നിൽക്കാൻ വേണ്ടി പറ്റാത്ത സ്മെല്ലാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇത്തിരി പോലും ഞാൻ വെള്ളമാക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇത് പുഴുക്കൾ കണ്ട കാണിച്ചു കൊടുക്കുമ്പോൾ പുഴുവൊന്നും വരില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന പുഴുവ ഇത്. ആ ഒരു സാധനത്തിനാണ് ഞാൻ മണ്ണെണ്ണി വെച്ചിട്ട് പുള്ളിൽ കൊന്നതാണ്. അതിപ്പോൾ ഒരു പണിക്കാരനെ മറ്റും വിളിച്ച് വരുത്തിയിട്ട് വേണം ഇത് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യേണ്ടിക്കല്. കാരണം എനിക്കൊന്നും തൊടാൻ വേണ്ടി പറ്റില്ല, അത്രയും സ്മെല്ല്. നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഞാനിപ്പോൾ വാതിലും തുറക്കലേ ഇല്ല. കാരണം അത്രയും സ്മെല്ല് കൊണ്ട് അകത്തടക്ക സ്മെല്ലായിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്നതിലേക്ക് ഇതൊന്നും എങ്ങനെ മണക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും ഇത് മേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് അത്ര കൊള്ളൂല. നമ്മൾ സാധാരണ കുഴിയും കുഴിച്ചിട്ട് വേസ്റ്റ് ആ കുഴിയിലിടുന്ന തന്നെയാണ് നല്ലത്. അന്നേരം ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ ഒരു സാധനം കൊണ്ടുവന്നതിന് ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ട് എനിക്ക് വന്നത്. ചില ആൾക്കാർക്ക് നല്ലതായിരിക്കും, നല്ല നീറ്റായിട്ട് തന്നെ ചില ആൾക്കാർ ആക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇത് എനിക്ക് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആരെങ്കിലും ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശരിക്കും അന്വേഷിച്ചിട്ട് എനിക്ക് ഒന്ന് ഇതിൻ്റെ എന്താണ് കോൺക്രീറ്റ് ചെയ്തൊരു ഇത് ഇവിടെ നിന്ന് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത റിങ് തരുന്നുണ്ടല്ലോ, എനിക്കൊന്ന് അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഇത് തീരെ ശരിയാവില്ല. ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അറിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അപ്പം കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇതിനകത്തിട്ട് നിങ്ങൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.